ഞാൻ കോട്ടയാണെന്ന് പറയുന്നുണ്ട് നമ്മുടെ ശ്യാം ചേട്ടൻ. അയ്യോടോ, എന്ത് പറ്റിയത്? ചന്തു ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ ലിബൻ ബ്രോ. താങ്ക് യു സോ മച്ച് എന്ന് പറയുന്നത്, താങ്ക്സ് പറയുന്നുണ്ട്. ആമി ആണെങ്കിൽ വളരെ നന്ദി പറയുന്നുണ്ട് ചന്തു ചേട്ടന്. ഓക്കെ ആമി, ഓക്കെ ആമി. ആര്യ വിളർത്ത് പറയുന്നുണ്ട്, ഏതൊരു സ്ഥലം പറയുന്നുണ്ട്. പുതുപ്പള്ളിയാന്ന് പറയുന്നത് ശ്യാം ചേട്ടൻ. ഇവരുടെ പാട്ടിന്റെ മുമ്പിൽ ഞാൻ തോറ്റു എന്ന് പറയുന്നുണ്ട്. അതെ അതെ അതെ, ഞാൻ അതിനെക്കാട്ടി ഏറ്റവും താഴെ കിടക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞാ പുലികളാണ്, പുലികള്. ഷാനൂക്ക, ചന്തു, അതേണക്ക് നമ്മുടെ വേറെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്, അവന്മാര്. പിന്നെ നമ്മുടെ ടീച്ചർ ഉണ്ടായിരുന്നു, ഒരു സലീം എന്ന് പറഞ്ഞ, അല്ല സലീം എന്നല്ലല്ലോ, ഷാലു എന്ന് പറഞ്ഞ ടീച്ചർ. അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടും. ശ്രുതിയും പാടും കേട്ടോ, ശ്രുതി നല്ല രീതിയിൽ പാടും. നന്ദുവും പാടും. പിന്നെ നമ്മുടെ നോം അബി എന്ന് പറഞ്ഞ ഗോഡ് അബി, അവരൊക്കെ നല്ല രീതിയിൽ പാട്ട് പാടുന്നത്. ഒരുപാട് പേരുണ്ട്, എന്തോ ചെയ്യാനോ. ശ്യാം ചേട്ടാ എന്ന് പറയുന്നത്, എടാ അയ്യോ ലിബൻ ബ്രോയുടെ ബ്ലൂ പോയോ? മിക്കവാറും അതായിരിക്കും എന്റെ നിന്ന് പോയത് കേട്ടോ, ഞാൻ സെറ്റാക്കി തരാം. ശ്യാം ചേട്ടനാണെങ്കിൽ അതേ ശ്രുതി ഞാനും തോറ്റു എന്ന് പറഞ്ഞ അതാണെങ്കിൽ ശ്യാം ചേട്ടനും പാട്ടും കേട്ടോ, ശ്യാം ചേട്ടനും പാടും. ഇതാരാടാ പോയി? എവരിയാണ് തോമസ് യു വെരി സ്ലീപ്പ് എന്ന് പറയുന്നത്, എനിക്ക് അറിയില്ല, സ്പാമായിപ്പോ ഏതോ ഒരുത്തൻ. ഫെബ ഫെബ എന്തോ മെസ്സേജ് ഇട്ടതാണ്, സ്പാമായി പോട്ട് കേട്ടോ. ഓക്കെ. ചേട്ടാ നമ്മുടെ എല്ലാം ഇല്ല പാട്ട് അറിയാമോ? പാതിരാരാവിൽ നമ്മുടെ വിയറ്റ്നാം കോളനിയിൽ ഒരു പാട്ടില്ലയോ, വിയറ്റ്നാം കോളനിയോ, അതിനകത്തൊരു പാട്ടുണ്ടല്ലോ. പാതിരമായ നേരം പനിനീർത്തിരിയമ്പിളി എന്റെ മനസ്സിന്റെ മച്ചുമ്മൽ വന്നു നീ ഉറങ്ങാതലയുന്നു. നല്ല പാട്ട്, എനിക്കറിയില്ല, വരികളറിയില്ല. ഹായ് 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 ഹായ്, ഇതാരാണ്? പോയി കിടന്നു ഉറങ്ങുന്ന് പറയുന്നുണ്ട്. ഹായ് 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 ഹായ്, നിനക്കുറങ്ങണമെങ്കിൽ നീ പോയി കിടന്ന് ഉറങ്ങടാ ചുട്ടാപ്പി. ചുറ്റാപ്പി വന്നിട്ട് ഉണങ്ങണോന്ന് പറയുന്നത്, എനിക്ക് കുഞ്ഞുമാവ പോയി കിടന്നു ഉണങ്ങി. എന്നാ ചുട്ടാപ്പിക്ക് ഉറങ്ങാൻ വേണ്ടി ഒരു പാട്ട് പാടി കൊടുക്കാം. ചുട്ടാപ്പിക്ക് ഒരു പാട്ട്, സൂപ്പർ സിംഗർ അത് തന്നെ. ചുട്ടാപ്പിക്ക് ഒരു പാട്ട് ഇപ്പൊ പാടിത്തരാണ്. പാടിക്കോ. ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി 1000 കൈ നീട്ടി നിന്നു സൂര്യതാപമാം താതന്റെ ശോകം വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണുറങ്ങി. കഥനങ്ങളിൽ വെൺമേഘവും പനിനീർമഴങ്ങി എന്റെ പുള്ളൂർക്കുടം പോലെ തേങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി. ആ പാട്ടുകൊണ്ട് ഉറങ്ങാൻ പറ്റുന്ന തോന്നില്ലല്ലേ? കുഴപ്പമില്ല, അതാണ് ഉറങ്ങിക്കാണോ? ഇല്ല, അനക്കൊന്നുമില്ല. സൂപ്പർ സിംഗർ എന്ന് പറയുന്നത് നമ്മുടെ ലത ചേച്ചി വന്നല്ലോ, കാരുണ്യം. ഹായ് ലത ചേച്ചി, ലൈവിലേക്ക് സ്വാഗതം ചേച്ചി. സുഖമല്ലേ? ലൈവൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി? അവിടെ ഓക്കെ അല്ലേ ചേച്ചി? പിന്നെ അത് കണക്ക് നമ്മുടെ കടൽക്കാറ്റിൻ നെഞ്ചിൽ പാടുമെന്ന് ചോദിക്കുന്നു. കടൽക്കാറ്റിൻ നെഞ്ചിൽ ശ്രീ വന്നല്ലോ, ശ്രീ. ഹായ് ഹായ് AK ചേട്ടോ ഹായ് എന്ന് പറയുന്നത്. ശ്രീ നമസ്കാരം, കരുമാ മോളെ, എന്തുകൊണ്ട് വിശേഷം? സുഖമല്ലേ? ആ പാട്ട് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട് ശരി. കടൽക്കാറ്റിൻ ലൈവ് കാണുന്നു. ഫ്രണ്ട്സ് സിനിമയിലെ പാട്ടാണത്. കടൽ കാറ്റിൻ നെഞ്ചിൻ കടലായുറങ്ങി മൗനമുറങ്ങി കനവായുണർന്നു സന്ധ്യമയങ്ങി. ഇല്ല, കേട്ടിട്ടുണ്ട് പാട്ട്, അത്രേ ഉള്ളൂ. ഓക്കെ രണ്ടുപേരി ആയാലും എടാ നന്ദു പാടിയിട്ടുണ്ട് കേട്ടോ, നല്ല കാരണം റീൽസ് അറിയാം. അല്ലെങ്കിൽ നിങ്ങൾ ആരും വരി ഇട്ട് കൊടുത്താൽ പാടായിരിക്കുമല്ലേ. ശ്രീ എന്ന് പറയുന്നുണ്ട്. ഒരു പാട്ട്, വേറൊരു ഒരു പ്രണയഗാനം പാടാം. ഓക്കെ നമ്മള് കുഞ്ചാക്കോ അവന്റെ സിനിമയിലൊരു പാട്ട് പാടാം. ഓക്കെ